ഇപ്പോൾ ഒരു വ്യക്തിക്ക് 20,000 രൂപയെ സാലറി ഉള്ളൂ, അല്ലെങ്കിൽ 30,000 രൂപയെ സാലറി ഉള്ളൂ. അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ച് എനിക്ക് ഇത്രയല്ലേ ഉള്ളൂ വരുമാനം, അപ്പോൾ ഇതിൽ ഞാൻ എന്ത് ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യാനാണെന്നൊരു ചിന്ത ഉള്ള ഒരാളുണ്ടെങ്കിൽ എന്തായിരിക്കും അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരു മറുപടി? 20,000 അല്ലെങ്കിൽ 30,000 എത്രയാണേലും അവരുടെ രീതിയിൽ ജീവിക്കുന്നുണ്ടല്ലേ. അപ്പോൾ അവർക്ക് എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം. അപ്പം 20,000 ആണെങ്കിലും 30,000 ആണെങ്കിലും 50,000 1 ലക്ഷം രൂപയാണെങ്കിലും അവരുടെ സ്പെൻഡിങ്ങും അതനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ 20,000 കിട്ടുന്നയാളും അത് വെച്ചിട്ട് അയാൾ ജീവിക്കുന്നുണ്ടാവും, 1 ലക്ഷം കിട്ടുന്നയാളും അത് വെച്ചിട്ട് ജീവിക്കുന്നത്. പെർസെൻറ്റേജ് ഓഫ് അവർ സേവ് ചെയ്യുന്നത് ഏകദേശം ചിലപ്പം സെയിം ആയിരിക്കും, ഒരു പെർസെൻറ്റേജ് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് എല്ലാവർക്കും ഫിനാൻഷ്യൽ പ്ലാനിങ് ആവശ്യമാണ്. കുറഞ്ഞ ഇൻകം ഉള്ളവർക്ക് കൂടുതൽ ഫിനാൻഷ്യൽ പ്ലാനിങ് വേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ അവർക്ക് ഇൻകം കുറവാണ്. അപ്പം പക്ഷേ മറ്റ് ഫിക്സഡ് ആയിട്ടുള്ള ചില എക്സ്പെൻസുകളുണ്ടാവും, അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. അതിനത്ര തന്നെ സ്പെൻഡിങ് വേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ മറ്റ് ഹൈ ഇൻകം ഉള്ളവരും ഇതേ രീതിയിൽ തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ അവർക്കും മുന്നോട്ട് പോകുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വരും. അപ്പോൾ ഇതെല്ലാവർക്കും അത്യാവശ്യമാണ്. അപ്പോൾ ചെറിയ ഇൻകം ഉള്ളവർ കൂടുതലായിട്ട് അവരുടെ സേവ് ചെയ്യാൻ പറ്റുന്ന എത്രയാണോ ഇൻകം അത് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്ലി ഉള്ളത്. അതനുസരിച്ച് പ്ലാൻ ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യും.